മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. സ്വച്ഛ സർവേക്ഷൺ ശുചിത്വ സർവേ റാങ്കിങ്ങിൽ ഷൊർണൂർ നഗരസഭ മികച്ച നേട്ടം കൈവരിച്ചതിൽ നഗരസഭയ്ക്ക് കിട്ടിയ അംഗീകാരമാണെന്ന് ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഷൊർണൂർ നഗരസഭയ്ക്ക് ദേശീയ അംഗീകാരം ലഭിക്കുകയുണ്ടായി. 3 സ്റ്റാർ റേറ്റിംഗിൽ കേരളത്തിൽ 2ാം റാങ്കാണ് ഷൊർണൂർ നഗരസഭയ്ക്ക്. കേന്ദ്ര ഗവൺമെന്റിന്റെ ശുചിത്വ സർവേ റാങ്കിങ്ങിൽ കേരളത്തിലാകെ 3 സ്റ്റാർ റേറ്റിംഗ് ലഭ്യമായത് 3 നഗരസഭകൾക്കാണ്. അതിൽ ഒന്ന് 2ാമത് നിൽക്കുന്ന ഷൊർണൂരാണ്. ഇതാണ് പ്രത്യേകത. ഇത് ആദ്യമായിട്ടാണ് കേരളത്തിൽ 3 സ്റ്റാർ റേറ്റിംഗും ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അതിലാണ് ഷൊർണൂർ നഗരസഭ 2ാം സ്ഥാനത്ത് ഇടം പിടിച്ചത്. അതോടൊപ്പം തന്നെ നമുക്ക് സ്മോൾ സിറ്റി കാറ്റഗറി 50,000 പോപ്പുലേഷൻ ഉള്ള കാറ്റഗറിയിലാണെങ്കിൽ നമ്മൾ കേരളത്തിൽ 1ാം സ്ഥാനത്താണ്. ഇത് കൂടാത്തതിന് നമ്മൾ സ്റ്റേറ്റിൽ നമുക്ക് പൊതുവിൽ നോക്കിയാൽ 4ാം റാങ്കും ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ആകെയുള്ള നഗരങ്ങൾ നോക്കുമ്പോൾ നമ്മൾ 108, അതാണ് നമ്മുടെ റാങ്കിങ്. അതിനകത്ത് നമ്മൾ 2023 നമുക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ വേണ്ടത്ര കൊണ്ടുപോകാൻ സാധിച്ചില്ലെങ്കിലും പിന്നീട് നമ്മളിതിനകത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മുടെ നഗരസഭയിൽ നടത്തിയിട്ടുള്ള കുറേ ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്ത് വൻ മുന്നേറ്റമാണ് നമ്മുടെ നഗരസഭ നടത്തിയത്. കേരളത്തിൽ തന്നെ ജനുവരി 26-ന് 2024 ജനുവരി 26-ന് നമുക്ക് നമ്മുടെ നഗരസഭ ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്ത് ആദ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന നഗരസഭയായിട്ട് ഷൊർണൂർ മാറി. ഇതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അത് യാഥാർത്ഥ്യമാക്കുക എന്നത് നമ്മുടെ നഗരസഭയുടെ ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു. ഓഗസ്റ്റ് 3-ന് നമ്മുടെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് അത് ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ MLA അതിനകത്ത് അധ്യക്ഷത വഹിക്കും. ഇതോടൊപ്പം തന്നെ നമുക്ക് നല്ല വൃത്തിയുള്ള ജലാശയങ്ങൾ അത് രൂപപ്പെടുത്താനായിട്ട് നമ്മുടെ നഗരസഭയിൽ കഴിഞ്ഞിട്ടുള്ള പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു സംഭവമാണ് മലിനജലം ഒഴുക്കി വിടുന്നതിൻ്റെ തോത് ഏറ്റവും കുറഞ്ഞ നഗരസഭയാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു. സ്വച്ഛ സർവേക്ഷൺ ശുചിത്വ സർവേ റാങ്കിങ്ങിൽ ഷൊർണൂർ നഗരസഭ മികച്ച നേട്ടം കൈവരിച്ചതിൽ നഗരസഭയ്ക്ക് കിട്ടിയ അംഗീകാരമാണെന്ന് ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര പാർപ്പിട നഗരകാര്യ മന്ത്രാലയത്തിന് കീഴിൽ സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായി നഗരങ്ങളുടെ ശുചിത്വ നിലവാരം അളക്കുന്നതിനായി നടത്തുന്ന ശുചിത്വ സർവേയായ സ്വച്ഛ സർവേക്ഷൺ 2024-ലാണ് നഗരസഭ മുന്നേറ്റം നടത്തിയത്. ദേശീയ തലത്തിൽ 108-ാം റാങ്കും സംസ്ഥാന തലത്തിൽ 2ാം സ്ഥാനവുമാണ് നഗരസഭ കരസ്ഥമാക്കിയത്. സ്വച്ഛ സർവേക്ഷൺ 2023-ൽ ദേശീയ തലത്തിൽ 3267-ാം റാങ്കും സംസ്ഥാന തലത്തിൽ 60-ാം സ്ഥാനവുമാണ് നഗരസഭയ്ക്ക് ലഭിച്ചിരുന്നത്. കേരളത്തിൽ ആദ്യമായി മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ച ഷൊർണൂർ നഗരസഭയ്ക്ക് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി GFC 3 സ്റ്റാർ ലഭിച്ച ആകെ 3 മുനിസിപ്പാലിറ്റികളിൽ ഇടം പിടിക്കാൻ സാധിച്ചു. സംസ്ഥാനത്ത് GFC സ്റ്റാർ റേറ്റിംഗിൽ 3 സ്റ്റാർ ലഭിച്ച 3 മുനിസിപ്പാലിറ്റികൾ ഷൊർണൂർ, പട്ടാമ്പി, ആലപ്പുഴ എന്നിവയാണ്. കഴിഞ്ഞ വർഷം നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയിൽ നടത്തിയ മികച്ച പ്രവർത്തനങ്ങളാണ് റാങ്കിങ്ങിൽ വലിയ മുന്നേറ്റം നടത്താൻ നഗരസഭയെ പ്രാപ്തമാക്കിയത്. സംസ്ഥാനത്തെ മറ്റു തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാതൃകയാകുന്ന രീതിയിൽ നിർമ്മിച്ച മോഡൽ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ്, ഹരിത കർമ്മസേനയുടെ നേതൃത്വത്തിലുള്ള 100% വാതിൽപ്പടി സേവനങ്ങൾ, വൃത്തിയുള്ള ജലാശയങ്ങളും പൊതുയിടങ്ങളും, നഗരത്തിന്റെ വിവിധയിടങ്ങളിലെ ശുചിത്വ മാലിന്യ സംസ്കരണ സന്ദേശങ്ങളടങ്ങിയ ചുമർചിത്രങ്ങൾ, വിവിധങ്ങളായ സൌന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ, സ്പെഷ്യൽ വേസ്റ്റ് ഇനത്തിൽപ്പെട്ട സാനിറ്ററി വേസ്റ്റിന്റെ ശേഖരണം, കെട്ടിട നിർമ്മാണാവശിഷ്ട മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനുള്ള കളക്ഷൻ പോയിന്റ്, പൊതുയിടങ്ങളിലെയും ജലാശയങ്ങളുടെ സമീപത്തും സ്ഥാപിച്ചിട്ടുള്ള ബിന്നുകൾ, സ്വച്ഛ് ഭാരത് മിഷൻ, മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനുകളുടെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ പരിപാടികൾ, സീറോ വേസ്റ്റ് ഗ്രീൻ പ്രോട്ടോകോൾ പ്രവർത്തനങ്ങൾ,
പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സ്ഥാപിച്ച RR സെന്ററുകൾ, ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രീ അസസ്മെന്റ് സർവേയും പരിഹാര മാർഗങ്ങളും തുടങ്ങിയ നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിയ വിവിധ പ്രവർത്തനങ്ങൾ ശുചിത്വ റാങ്കിങ്ങിൽ നഗരസഭയെ മുന്നിലെത്തിക്കുന്നതിന് സഹായിച്ചത്. 2024 വർഷത്തിൽ നിയമലംഘകർക്കെതിരെ 10.75 ലക്ഷം രൂപയാണ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിഴയിനത്തിൽ ഈടാക്കിയത്. കേന്ദ്ര ഏജൻസികൾ നഗരസഭയുടെ വിവിധ വാർഡുകളിൽ നേരിട്ട് നടത്തിയ പരിശോധനയാണ് നഗരസഭയെ അവാർഡിന് അർഹമാക്കിയത്. ഇതിനുവേണ്ടി പ്രയത്നം നടത്തിയ എല്ലാ ജീവനക്കാരെയും അഭിനന്ദിക്കുന്നതായി നഗരസഭാ ഭരണസമിതി അറിയിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, വൈസ് ചെയർപേഴ്സൺ P സിന്ധു, സ്ഥിരം സമിതി ചെയർമാൻമാരായ SG മുകുന്ദൻ, KM ലക്ഷ്മണൻ, കൌൺസിലർ C പ്രസാദ്, നഗരസഭാ സെക്രട്ടറി PS രാജേഷ്, ശിവൻ, വിനോദ് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CCV ന്യൂസ്, ചേലക്കര.